അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതാണ് ഈ അമേരിക്ക എന്നറിയോ? ഏതാണ് ഈ അമേരിക്ക എന്നറിയോ? സമ്പത്ത് കൊണ്ട്, ആണവായുധങ്ങൾ കൊണ്ട്, യുദ്ധക്കപ്പലുകൾ കൊണ്ട്, യുദ്ധവിമാനങ്ങൾ കൊണ്ട് സമ്പന്നമായ അമേരിക്ക. അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഒരുപാട് ജീവനുകൾ കൊന്ന അമേരിക്ക, ഒരുപാട് ജീവനുകളെ നിഷ്ഠൂരം വധിച്ച അമേരിക്ക. ഇസ്രായേൽ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ നൽകിയ അമേരിക്ക, ഒരുപാട് ധനമായിട്ടും അതുപോലെ തന്നെ ആണവായുധങ്ങളായിട്ടും മിസൈലുകളായിട്ടും ഇന്നും ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്ക. ഇറാഖിൽ നമുക്കറിയാം, ജോർജ് ബുഷിന്റെ കാലത്ത് നേതൃത്വത്തിലായിക്കൊണ്ട് ഇറാഖി പൗരന്മാരെ, ഇറാഖി സൈനികർ നിഷ്ഠൂരം വധിച്ച അമേരിക്ക. നമുക്കറിയാം, ഓർമ്മയില്ലേ, ഒരു പെരുന്നാൾ സുദിനത്തിലാണ് ധീരനായ പോരാളി സദ്ദാം ഹുസൈനെ വധിച്ച അമേരിക്ക, തൂക്കിലേറ്റിയ അമേരിക്ക. മുസ്ലിം ഒരു സന്തോഷ ദിനത്തിൽ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്താണ്, പള്ളിയിലിരിക്കുന്ന സമയത്താണ് ഒരു വേള സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇത്രത്തോളം അറിഞ്ഞുകൊണ്ടും അറിയാതെ ആവട്ടെ, എങ്ങനെയാവട്ടെ, ഒരുപാട് സഹായങ്ങൾ ഇത്തരത്തില് ഒരുപാട് ജീവനുകൾക്ക് വേണ്ടി, ഒരുപാട് ജീവനുകൾ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, താൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഗസയിലുള്ള ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ ഗസയെ ചുറ്റി ചാമ്പലാക്കും, നരക തുല്യമാക്കുമെന്ന് പറഞ്ഞ് വീമ്പളയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞില്ല, അള്ളാന്റെ പരീക്ഷണം ഇറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എത്ര ബിൽഡിങ്ങുകളാണ് നശിച്ചു പോയത്, എത്ര വീടുകളാണ് നശിച്ചു പോയത്, എത്ര കോടി നഷ്ടങ്ങളാണ് കഴിഞ്ഞു പോയത്. 35,000 ഏക്കറോളം വരുന്ന ഭൂമിയല്ലേ തീ പിടിച്ചത്. എത്ര നഷ്ടങ്ങളാണ്, നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് സമ്പന്നമായ രാജ്യം, പക്ഷേ അല്ലാതെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഇന്നും തീക്കെടുക്കാൻ കഴിയാതെ അമേരിക്ക പതറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മുസ്ലിം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ചുരുങ്ങിയ കാലഘട്ടമുണ്ടല്ലോ, ഈ ചുരുങ്ങിയ സമയമുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫലസ്തീൻ ജനത അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് ഷഹീദാവാൻ മടിയില്ല, അവർക്ക് നെഞ്ചു വിരിച്ചു കൊടുക്കാൻ മടിയില്ല. ആലോചിച്ച് നോക്കണം, തോക്കുകൾ കൊണ്ട് നിൽക്കുന്ന ഇസ്രായേൽ സൈനികൾക്ക് മുമ്പിലാണ് നെഞ്ചു വിരിച്ചു കൊടുക്കുന്നത്, കല്ലുകൾ കൊണ്ടാണ് പോരാടുന്നത്. അല്ലാഹു ഖുവ്വത്ത് കൊടുക്കട്ടെ അവർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തങ്ങളെ പഠിപ്പിക്കുകയാണ്, കാലത്ത് നമ്മൾ പഠിക്കാൻ പാടില്ല. ഒരുപാട്